ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആർഡീനോ സൂപ്പർ സ്റ്റാർട്ടർ കിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സിങ്ങിക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ കിറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമ്മുടെ ഫ്രണ്ടിലൊരു പാർട്സ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ എല്ലാ പാർട്സിൻ്റെയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഒരു ഗൈഡിൻ്റെ ലിങ്കും പിന്നെ മറ്റേ ആർഡിനോ ID കയറ്റാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് തന്നെ കിട്ടുന്നത് ഒരു റെസിസ്റ്റർ കളർ കാർഡാണ്. നിങ്ങൾക്ക് മൾട്ടിമീറ്റർ ഇല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്കുള്ളത് നമ്മുടെ കിറ്റിലെ മെയിൻ താരമായ നമ്മുടെ ആർഡിനോ യുഎനോ R3 ബോർഡാണ്. ഈ ബോർഡാണ് നമ്മുടെ ഈ കിറ്റിലെ മൈക്രോ കൺട്രോളർ. ഈ ബോർഡ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്തത് നമുക്കുള്ളത് ഒരു എക്സ്പാൻഷൻ ഷീൽഡും ഒരു ചെറിയൊരു ബ്രെഡ് ബോർഡാണ്. ആദ്യം നമുക്ക് എക്സ്പാൻഷൻ ഷീൽഡ് നോക്കാം. ഇത് നമുക്ക് ആർഡിനോയിൽ കണക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ വലിയ പ്രൊജക്റ്റുകളിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന സാധനമാണ്. അടുത്തതായിട്ടുള്ളത് ഒരു മിനി ബ്രെഡ് ബോർഡാണ്. ഈ ബ്രെഡ് ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ചെറിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് LED അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ടുള്ളത് LEDs ആണ്. അപ്പോൾ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന കളറിലാണ് LEDs വരുന്നത്. RGB കളറിങ്ങിലാണ് സാധനങ്ങൾ വരുന്നത്. LEDs നമുക്ക് പ്രൊജക്റ്റൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പ്രൊജക്റ്റുകളൊക്കെ കളർഫുൾ ആക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കുള്ളത് അൾട്രാസോണിക് ഡിസ്റ്റൻസ് സെൻസറാണ്. ഈ സെൻസർ ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുന്നത് ആർഡിനോ ബോർഡിലാണ്. അടുത്തതായിട്ട് നമുക്കുള്ളത് ഒരു സെർവോ മോട്ടറാണ്. ഇതെനിക്ക് ഫ്രീ ആയിട്ട് ഈ കിറ്റിൻ്റെ ഒപ്പം കിട്ടിയതാണ്. ഇത് നമുക്ക് ഡയറക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാം. അതായത് 90 ഡിഗ്രി അങ്ങനെ കൺട്രോൾ ചെയ്ത് ആർഡിനോയിൽ പ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടറാണ്. അപ്പോൾ അടുത്തായിട്ടുള്ളത് നമുക്കൊരു ചെറിയ പാക്കറ്റാണ്. ഇതിൽ കുറച്ച് കോമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ടുള്ളത് നമുക്കൊരു IR റിസീവറാണ്. അടുത്തത് ഫോട്ടോ റെസിസ്റ്റേഴ്സാണ്. ഇതിങ്ങനത്തെ 3 എണ്ണം ഇതിൻ്റെ ഒപ്പം തന്നിട്ടുണ്ട്. അടുത്തായിട്ടുള്ളത് ഒരു ഫ്ലെയിം സെൻസറാണ്. ഇതിങ്ങനെ ഫയറൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൻസറാണ്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഒരു വൈബ്രേഷൻ സ്വിച്ചാണ്. ഈ കിറ്റിൻ്റെ ഒപ്പം 2 വൈബ്രേഷൻ സ്വിച്ച് തന്നിട്ടുണ്ട്. ഈ സെൻസർ വൈബ്രേഷൻ ഡിറ്റക്റ്റ് ചെയ്യാനും അതിൻ്റെ ഒപ്പം നമുക്ക് ഇങ്ങനെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സെൻസറാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ചെറിയൊരു കവറിലുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തത് 3 ഡിസ്പ്ലേസ് ആണ്. ഇത് 7 സെഗ്മെൻറ്റ് 1 ഡിജിറ്റ് ഡിസ്പ്ലേയും അതിൻ്റെ അടിയിൽ 7 സെഗ്മെൻറ്റ് 4 ഡിജിറ്റ് ഡിസ്പ്ലേയും ആണ്. പിന്നെ അതിൻ്റെ താഴെ 8x8 മാട്രിക്സ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കുള്ളത് ഒരു ഷിഫ്റ്റ് റെസിസ്റ്ററാണ്. ഇത് 74HC595 എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് റെസിസ്റ്ററാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ആർഡിനോ ഉപയോഗിക്കാതെ LEDകൾ ഇങ്ങനെ പാറ്റേണിൽ ഇങ്ങനെ DJ പോലെ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ മേലത്തെ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ഡിവൈഡർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലത്തെ സെക്ഷൻ. അപ്പോൾ ഇനി അടുത്തായിട്ടുള്ളത് ജമ്പർ വയേഴ്സാണ്. ഇതിൽ മെയിൽ ടു മെയിലും ഫീമെയിൽ ടു ഫീമെയിലും ജമ്പർ വയേഴ്സും ഉണ്ട്. ഇത് ചിലപ്പോൾ ഉപയോഗിക്കുള്ളത്, അധികം ഉപയോഗിക്കാറില്ല. ചില പ്രൊജക്റ്റുകൾ അതായത് മോട്ടേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഇത് സാധാരണ ഉപയോഗിക്കാറ്. അടുത്തതായിട്ട് നമുക്കുള്ളത് ബ്രെഡ് ബോർഡാണ്. ഇതൊരു സോൾഡർലെസ് ബ്രെഡ് ബോർഡാണ്. ബ്രെഡ് ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സോൾഡറിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതിലിങ്ങനെ പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ബോക്സാണുള്ളത്. ഈ ബോക്സിനുള്ളിൽ കുറച്ച് കോമ്പോണൻസ് തരുമ്പുണ്ടായിരുന്നു. DTH ടെമ്പറേച്ചർ സെൻസർ അതും പിന്നെ മറ്റേ RBG LED അതാണ് ഈ ഒരു ബോക്സിലുണ്ടായിരുന്നത്. ബാക്കി ഒരു LEDയും 2 റെസിസ്റ്റേഴ്സും അതിലുണ്ട്. അത് പിന്നെ ഞാൻ ആവശ്യം കഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടി ഇത് ഈ ബോക്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ആ ഒരു സ്മോൾ ബോക്സ്. അപ്പോൾ അടുത്തായിട്ടുള്ളത് ഈ വയേഴ്സാണ്. ഈ വയേഴ്സാണ് കൂടുതൽ പ്രൊജക്റ്റുകൾക്ക് ഉപയോഗിക്കുക മറ്റേ വയേഴ്സിനെക്കാട്ടും. കാരണം ഇതാണ് കുറച്ചുകൂടി നല്ലത്.
അപ്പോൾ അടുത്തായിട്ടുള്ളത് ബ്രെഡ് ബോർഡ് പവർ സപ്ലൈ ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ബ്രെഡ് ബോർഡിന് സപ്ലൈ കൊടുക്കാവുന്നതാണ്. അതുമാത്രമല്ല ആർഡീനോ ഉപയോഗിക്കുന്നതിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അടുത്തായിട്ട് നമുക്കുള്ള ഒരു ചെറിയ പാക്കേജാണ്. അതിനുള്ളിലത്തെ കോമ്പോണൻസ് ഒക്കെ ഞാൻ ഓരോന്നായിട്ട് പറയാം. അടുത്തായിട്ട് നമുക്കുള്ളതൊരു 10K പൊട്ടൻഷ്യൽ മീറ്റർ ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തായിട്ടുള്ളതൊരു ആക്റ്റീവ് ബസറാണ്. ഈ ബസർ 1 ടൈം സൗണ്ട് പ്രൊഡ്യൂസിങ് ആണ്. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ബസേഴ്സ് ഉപയോഗിക്കുക. അടുത്തായിട്ടുള്ളതൊരു പാസീവ് ബസറാണ്. പാസീവ് ബസർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ട്യൂണുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ടുള്ളത് ബട്ടൺസ് ആണ്. ഈ ബട്ടൺസ് 4 എണ്ണമാണ് ഈ കിറ്റിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നത്. ബട്ടൺസിൻ്റെ ഒപ്പം ഒരു ബട്ടൺ ക്യാപ്സും തരുന്നുണ്ട്. അതും ഒരു 4 എണ്ണം തരുന്നുണ്ട്. അടുത്തായിട്ടുള്ളത് ചെറിയ കണക്റ്റേഴ്സാണ്. ഇത് മറ്റേ സ്റ്റെപ്പർ മോട്ടർ ഡൈവേഴ്സിലൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട്. അടുത്തായിട്ടുള്ളത് സ്റ്റെപ്പർ മോട്ടറാണ്. സ്റ്റെപ്പർ മോട്ടർ എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടറാണ്. ഇതിന് ഏത് ഡിറക്ഷൻ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തായിട്ടുള്ളത് ഈ സ്റ്റെപ്പർ മോട്ടറിൽ തന്നെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് ഒരു ബോർഡാണ്. ഇത് സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവർ എന്നാണ് ഇതിനെ വിളിക്കുക. ഇതില്ലെങ്കിൽ സ്റ്റെപ്പർ മോട്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിലുള്ള സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ട് ഇത് ആർഡിനോ ആയിട്ട് പ്രോഗ്രാമിങ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ടുള്ളത് റെസിസ്റ്റേഴ്സാണ്. 4 ടൈപ്പ് റെസിസ്റ്റേഴ്സ് തരുന്നുണ്ട്. ഒന്ന് 1K 5 റെസിസ്റ്റേഴ്സ് ഇതിൽ തരുന്നുണ്ട്. അടുത്തായിട്ടുള്ളത് 10K 5 റെസിസ്റ്റേഴ്സാണ്. ഒരു റെസിസ്റ്റർ മിസ്സിങ് ആയിരിക്കും. അത് മറ്റേ സ്മോൾ ബോക്സിലുണ്ട്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് 220 ഓമിൻ്റെ റെസിസ്റ്റേഴ്സാണ്. ഇതും 5 എണ്ണം കിട്ടുന്നുണ്ട്. ഒരെണ്ണം മിസ്സിങ് ആയിരിക്കും. അത് ആ ബോക്സിലുണ്ട്. അത് ഞാൻ ഉപയോഗം കഴിഞ്ഞിട്ട് വെച്ചതാണ്. അടുത്ത 330 ഓമിൻ്റെ റെസിസ്റ്റേഴ്സ്. ഇതും 5 എണ്ണം തന്നെയാണ്. അടുത്തായിട്ട് നമുക്കുള്ളത് IR റിമോട്ടാണ്. ഈ റിമോട്ട് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ കാണിച്ച IR റിസീവർ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ റിമോട്ടിൽ ബാറ്ററി ഇൻക്ലൂഡഡ് അല്ല. അത് നമ്മൾ ഇടേണ്ട വരും. അടുത്തായിട്ടുള്ളത് ഒരു LCD 16:2 ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേ ഒരു ഹെഡർ പിൻസ്, അതായത് അത് സോൾഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ സോൾഡർ ചെയ്യണം. അത് ഹെഡർ പിൻസ് അവർ നൽകിയിട്ടുണ്ട്. അതിപ്പോൾ വരുന്നതാണ്. ഈ ഡിസ്പ്ലേ ഉപയോഗിച്ച് നമുക്ക് ഓരോന്ന് എഴുതി കാണിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊജക്റ്റിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ പോലെ സാധനം തന്നിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ മാറ്റാവുന്നതാണ്. അപ്പോൾ അടുത്തായിട്ടുള്ളത് നമ്മുടെ ആർഡീനോ പ്രോഗ്രാമിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിൾ തന്നെയാണ്. ഈ കേബിൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കുത്തിയിട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് പ്രോഗ്രാമിങ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ടുള്ളതൊരു ബാറ്ററി കണക്ടറാണ്. ഈ ബാറ്ററി മറ്റേ ബ്രെഡ് ബോർഡ് സപ്ലൈ ബോർഡിലേക്കും ഇതേപോലെ പവർ കൊടുക്കാവുന്നതാണ്. അതേപോലെ ആർഡീനോയിലേക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ടുള്ളത് ഹെഡർ പിൻസാണ്. ഇത് 40 എണ്ണമാണ് ടോട്ടൽ കിട്ടുന്നത്. അതിൽ 16 എണ്ണം ഉപയോഗിച്ച് ഞാൻ ഡിസ്പ്ലേ സോൾഡറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബാക്കിയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കിറ്റിൻ്റെ വീഡിയോ. ഇതിൽ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. നിങ്ങൾക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്നും ക്വാഡ് സ്റ്റോറിൻ്റെ ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കിറ്റ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.